എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷായി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നു കേട്ടോ. രാവിലെ കിച്ചണിൽ കയറി ജോലികളൊക്കെ ഒന്ന് തുടങ്ങിയാണ്. അപ്പോൾ തലേ ദിവസം തന്നെ കുറച്ച് കറുത്ത കടലയൊക്കെ വെള്ളത്തിലിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ രാവിലെ നല്ല പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പം നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കൊടുക്കുന്നതാണ് നല്ലത്. പുട്ട്, കടല, പുട്ട്, പയർ, ഇഡ്ഡലി, സാമ്പാർ അങ്ങനെ ആവിയിൽ തയ്യാറാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് സ്കൂളിൽ വിടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ഞാൻ കടലയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും ഇട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ വറുത്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ സാധാ പോലെ പച്ചയ്ക്ക് അരയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് മാക്സിമം കടലയൊക്കെ കൊടുക്കുക കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പയറുവർഗ്ഗത്തിൽ ഉൾപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ കറുത്ത കടല. വെള്ളക്കടലയേക്കാളും ഹെൽത്തിയാണ് നമുക്ക് ഇത് കറുത്ത കടല. അങ്ങനെ അത് വേഗം വെച്ചു. പിന്നെ ഞാൻ പുട്ടിനുള്ള മാവൊക്കെ ഇതാ റെഡിയാക്കിയാണ് കേട്ടോ. അപ്പം പുട്ടിന് മാവ് തയ്യാറാക്കുമ്പോൾ ഞാൻ അതിലേക്ക് അല്പം ജീരകം കൂടെ ചതച്ചിടും. അപ്പോൾ പുട്ടിന് നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ അതൊക്കെ റെഡിയാക്കി. പിന്നെ തേങ്ങയൊക്കെ ചിരുകി എടുത്ത് നമുക്ക് മസാല തയ്യാറാക്കാം. കടലയ്ക്കുള്ള മസാല റെഡിയാക്കണം, പുട്ട് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ആ കടല വേവുന്ന സമയത്ത് ഇതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുക. നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ തന്നെ വേറെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ ചെയ്യേണ്ട ആ പാചകം തന്നെ ശ്രദ്ധിച്ച് വേഗം ചെയ്ത നിമിഷ നേരം കൊണ്ട് നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ തേങ്ങയൊക്കെ ചിരുകി അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അല്പം ഒന്ന് ഇതുപോലെ ബ്രൗൺ നിറം ആകുമ്പം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1.25 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരല്പം മഞ്ഞളും കൂടി ഇട്ട് നല്ലതായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി ഇനി ഇതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ തണുക്കുന്ന സമയത്ത് ഞാൻ പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് ഇനി നമുക്ക് ഈ മസാല ഒന്ന് അരച്ചെടുക്കുക. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടലയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരല്പം കടല മതി കേട്ടോ. ഒത്തിരി കടല ആവണ്ട. നമ്മൾ തേങ്ങ അരയ്ക്കില്ലേ, അഥവാ ഇനി തേങ്ങ അരയ്ക്കാൻ തേങ്ങയൊന്നും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ തേങ്ങയ്ക്ക് പകരം കടലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് അരച്ചെടുത്ത് വേവിച്ച കടലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നമ്മുടെ ഈ അരപ്പും പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതുപോലെ മാക്സിമം നല്ലതായിട്ട് കടല വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടം. അത് കഴിക്കുമ്പോൾ നമുക്കും അതിലൊരു ടേസ്റ്റ് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് നല്ലതായിട്ട് വേവിച്ചെടുക്കുക. ഒരു 6-7 വിസിൽ കേൾപ്പിക്കുക. അപ്പോൾ അഥവാ വെന്തില്ലെങ്കിൽ നമ്മളിതുപോലെ മസാല ചേർക്കുമ്പോൾ ഒന്നും കൂടെ വേവിക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇനി ഞാൻ തലേ ദിവസം തന്നെ ഫിഷ് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ കുറച്ച് മസാലയൊക്കെ പുരട്ടി വയ്ക്കും കേട്ടോ. രാവിലെ മക്കൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതുകൂടെ എടുത്തതാ ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ കറിക്കിതാ പച്ചക്കായ ഉണ്ടല്ലോ, ഏത്തങ്കായും ചക്കക്കുരുവും കൂടെയുള്ള കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അവിയലിൻ്റെ പരുവത്തിലാണ് ഞാൻ റെഡിയാക്കുന്നത്. അടിപൊളി ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. മക്കൾക്ക് ഇതുപോലെ ഏത്തങ്കായൊക്കെ കൊടുക്കുന്നതും നല്ലതാണ് അവർക്ക്. അതുപോലെ അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്ത് മാറ്റി വെച്ച് ഇനി ഇതിനുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക കേട്ടോ. ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ കടലയൊക്കെ തിളച്ച് നല്ലതാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കടുക് താളിക്കില്ല, അതിന് പകരം നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കടലക്കറിക്ക്. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈയും റെഡിയായി. ഇനി നമ്മുടെ അവിയലിനുള്ള മസാല റെഡിയാക്കാം. 1 കപ്പ് ചിരികിയ തേങ്ങയും അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയും
ഒരല്പം ജീരകം, വെളുത്തുള്ളി ഇടുന്നത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും എരിവിന് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി അരച്ച് എടുക്കരുത് കേട്ടോ, എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആകെ പോവും. അതുകൊണ്ട് നമ്മളൊന്ന് ചതച്ചെടുക്കുമെന്ന് പറയില്ല, നമ്മൾ തോരത്തിന് എടുക്കണേക്കാൾ അല്പം കൂടെ ഒന്നരയണം. ആ പരുവമാണ് കേട്ടോ ഇതിൻ്റെ തയ്യാറാക്കുന്നത്. ഈ പരുവത്തിൽ ആക്കിയെടുക്കുക. ഇനി കഴുകി വെച്ചിട്ടുള്ള ചക്കക്കുരു, നമ്മുടെ ഏത്തങ്കായ ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ഒത്തിരി വെള്ളം വേണ്ട, പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വേകാൻ വേണ്ടി വയ്ക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇന്ന് ഞാനാണെങ്കിൽ സാധാരണ രാവിലെ എണീറ്റാൽ ഫസ്റ്റ് ചെയ്യുന്നതാണ് ചോറ് വയ്ക്കുന്നത്. അപ്പം ചില ദിവസം ഞാൻ വിറകടുപ്പിൽ ചോറ് തലേ ദിവസം വയ്ക്കുന്ന സമയത്ത് കുറച്ച് ചോറ് ഞാൻ ഒരു 1/4 ഭാഗം വേഗമാകുമ്പോൾ അത് മാറ്റി ഫ്രിഡ്ജിൽ വയ്ക്കും തണുത്തിട്ട്. അപ്പം അങ്ങനെ ചോറ് മാറ്റി വയ്ക്കുന്ന ദിവസം ഞാൻ ഇതുപോലെ പിന്നെ ആയിരിക്കും കേട്ടോ തിളപ്പിച്ച് അത് എടുക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ അത് തിളപ്പിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചു. ആ സമയത്ത് നമ്മുടെ അവിയലെല്ലാം റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടെ. അപ്പോഴാണ് ഈ അവിയലിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നല്ല നമ്മുടെ വെളിച്ചെണ്ണ, പച്ച നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അങ്ങനെ അതെല്ലാം ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി എടുത്ത് ഇനി ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുക്കണം കേട്ടോ, പുട്ടും കടലയും. അപ്പോൾ അവർ എടുത്ത് കഴിച്ചോളും. ആ സമയത്ത് ഞാൻ പിന്നെ അവർ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യണ വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് പിന്നെ ചോറൊക്കെ 2 പേർക്ക് റെഡിയാക്കി അതും എല്ലാം എടുത്ത് പിന്നെ കറിയായിട്ട് കുറച്ച് തൈരുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പം തൈര് അതാണ് ഞാനിന്ന് കറിയായിട്ട് കൊടുക്കുന്നത്. തൈരിൽ കുറച്ച് സവാളയും ഒരു തണ്ട് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് അത് പ്രത്യേകം കൊടുക്കും. അത് കറിയായിട്ട് കഴിക്കും. അങ്ങനെ ഇന്നത്തെ ലഞ്ചൊക്കെ അത് പാക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇന്ന് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ കൂടെ കഴിച്ചില്ല, സമയമായില്ല കേട്ടോ. ഇന്ന് നേരത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് അവരെ ബാഗിനകത്താക്കിയതാ അവർ പോകാൻ ഇറങ്ങി. അങ്ങനെ അവർ പോയതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിൽ വന്ന് നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കി. അപ്പോൾ ചായയും പുട്ടും കടലയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ചായ കുടിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഒത്തിരി ചായ കുടിക്കുന്നതും അത്ര നല്ലതല്ല. അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ബാക്കി വന്ന കടലക്കറിയൊക്കെ ഫ്രിഡ്ജിനകത്താക്കി. അത് വൈകുന്നേരം നമ്മൾ കാപ്പിയാണ് കുടിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പുട്ടോ ദോശയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കറി ഇത് തന്നെ എടുക്കും. പിന്നെ അവിയൽ അതെല്ലാം വേറെ പാത്രത്തിനകത്താക്കി മാറ്റിയിട്ട് ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ മീൻ കറി എനിക്ക് തലേ ദിവസത്തെ മീൻ കറി ഉള്ളതുകൊണ്ട് ഇന്ന് മീനൊന്നും വയ്ക്കേണ്ട ആ സമയം എടുത്തില്ല. പെട്ടെന്ന് 9:30 ആയപ്പോൾ തന്നെ എൻ്റെ ജോലിയൊക്കെ ഒരുവിധം തീർന്നു. അപ്പോൾ ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ഇന്ന് മീൻ കട്ട് ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പാത്രം കഴുകിയപ്പോൾ തന്നെ സിങ്കെല്ലാം ഒന്ന് നല്ല ക്ലീൻ ചെയ്ത് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ പാത്രം കഴുകി പിന്നെ മീനൊക്കെ കട്ട് ചെയ്യുന്ന സമയമാണെങ്കിൽ സിങ്ക് ക്ലീൻ ചെയ്യില്ല, ലാസ്റ്റായിരിക്കും സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇന്ന് സിങ്കെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി നീറ്റാക്കിയിട്ട് ഇനി നമ്മൾ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുമ്പോൾ ഇന്നത്തെ എൻ്റെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ തുടയ്ക്കാനൊന്നുമില്ല, തൂത്താൽ മാത്രം മതി കേട്ടോ. കുറച്ച് പൊടിയൊക്കെ അടിച്ച് തൂക്കണം, പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ട് അതൊക്കെ കഴുകണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ പാചകങ്ങളെല്ലാം കഴിഞ്ഞ് കിച്ചണും നല്ല വൃത്തിയാക്കി എടുത്തു. നമുക്ക് ഇനി മക്കൾക്ക് വരുമ്പോൾ കൊടുക്കാൻ വേണ്ട ഒരു സ്നാക്സ് ഇവിടെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ തയ്യാറാക്കി വെക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമുക്ക് 2-3 ദിവസം ഒരാഴ്ച വരെ നല്ലതായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അതിന് വേണ്ടി ഞാൻ ഒരു 1/4 കപ്പ് ഉഴുന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് എടുക്കുക. അതൊന്ന് വറുത്തെടുക്കുക. ഈ പരുവത്തിൽ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല പൊടിച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിനെ ഈ പൊടിച്ച പൊടി വേറൊരു പാത്രത്തിലോട്ട് ആക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുക്കുക. നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുക്കാനുള്ളത് കേട്ടോ. പുട്ടിനുള്ളതല്ല എടുക്കാനുള്ളത്. തരി നൈസ് പൊടിയായിരിക്കണം, തരി ഒട്ടും ഇല്ലാത്ത പൊടി. ആ അരിപ്പൊടി ഇട്ട് അതിലേക്ക് എരിവിന് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒത്തിരി എരിവ് വേണ്ട കേട്ടോ, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ. അങ്ങനെ അതും ഇട്ട് പിന്നെ ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. ജീരകം
ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അല്പം കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതിന് ഇനി ഒരു വലിയ സ്പൂണിൽ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇപ്പം നെയ്യ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. നെയ്യിടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയാലും മതി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പം ഞാൻ അതിലേക്ക് ഇതാ നെയ്യും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം, ഇതെല്ലാം കൂടെ ഒരുമിച്ച്. അപ്പം എൻ്റെ നെയ്യെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലിരുന്നതാണ് കേട്ടോ, അതാണ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കണം. അതും കൂടി ഇട്ട് കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്യുക. നമ്മുടെ നെയ്യും എരിവും ഉപ്പും ഒക്കെ നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടി നല്ല മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി നമുക്കിതാ ഇതുപോലെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിൽ ഇതുപോലെ സ്റ്റാറുള്ള അച്ചുണ്ടല്ലോ, അതിലേക്കിട്ട് ഇതുപോലെ ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം കുട്ടികൾക്ക് ഒരു സന്തോഷമില്ലേ. നമ്മൾ എന്നും ഒരേ ഐറ്റം സ്നാക്സ് ഒന്നും ഉണ്ടാക്കാതെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി വച്ചാൽ നമുക്ക് ഒന്നും ചീത്തയാവും, ഒന്നും പേടിക്കേണ്ട. നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് നല്ല അടപ്പുള്ള ബോട്ടിനകത്താക്കി നല്ലതായിട്ട് അടച്ച് വെക്കുക കേട്ടോ. പെട്ടെന്നൊക്കെ നമുക്ക് അഥവാ സുഖമില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ വരുമ്പോൾ ചായ ഇട്ട് ഇതൊക്കെ എടുത്ത് കൊടുക്കാമല്ലോ. അങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഒത്തിരി വേണമെങ്കിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യാം. അപ്പം ഞാൻ ഇത് ഫ്രൈ ചെയ്ത ഓയിൽ പിന്നെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ഫ്രൈ ചെയ്താലും മാക്സിമം കുറച്ച് ഓയിൽ ഒഴിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ആ ഓയിൽ പിന്നെ കളയേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിരുന്നു, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷങ്ങളും റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നല്ല വീഡിയോയും നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, സീ യു.